ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഹൈ പ്രോട്ടീൻ ചോക്ലേറ്റ് ബ്രൗണി ആണ്. ഇത് മിനിമം ഇൻഗ്രീഡിയൻസ് നമ്മളൊരു 5 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിട്ട് 2 പഴം എടുത്തിട്ട്, അപ്പൊ നന്നായിട്ട് പഴുത്ത പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ 2 എഗ് എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ഗ്രീക്ക് യോഗർട്ട് ഉണ്ട്. ഞാനത് ഫാറ്റ് ഫ്രീ ഗ്രീക്ക് യോഗർട്ട് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 30 ഗ്രാം കോക്കോ പൗഡർ, അൺസ്വീറ്റൻഡ് കോക്കോ പൗഡർ. പിന്നെ ഒരു സ്കൂപ്പ്, ഒരു 30 ഗ്രാം ചോക്ലേറ്റ് വേ പ്രോട്ടീൻ. അപ്പൊ നമുക്ക് നമ്മുടെ പഴം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. എത്രത്തോളം പഴുത്ത പഴം എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിരിക്കും, അത്രത്തോളം ഫ്ലേവർഫുൾ ആയിരിക്കും. ഫോർക്ക് വെച്ചിട്ട് നന്നായി മാഷ് ചെയ്തെടുക്കണം. നമ്മള് 2 മുട്ട നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാം. ഇത് കോക്കോ പൗഡർ ആണ്. ഇത് വേ പ്രോട്ടീൻ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഹണി അല്ലെങ്കിൽ ആപ്പിൾ സിറപ്പ് ചേർക്കാം. അത് അപ്പോൾ കുറച്ചും കൂടി സ്വീറ്റ്നെസ് ഉണ്ടാവും. സ്വീറ്റ്നെസ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഷുഗർ ചേർത്തിട്ടില്ല ഇതിൽ. ഓൾറെഡി പ്രോട്ടീൻ പൗഡറിലും അതുപോലെ ബനാനയിലും ഉള്ള സ്വീറ്റ്നെസ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന യോഗർട്ട് ഇതിലേക്ക് ചേർത്ത്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കണം. ഈ ഒരു ട്രേ ആണ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ്ചർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിന്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആണ് ഇടുന്നത് ഒരു ടോപ്പിങ്ങിനായിട്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഒരു പ്രീ ഹീറ്റഡ് ഓവനിൽ ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് വെറും 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ വളരെ കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.